ഹായ് ടീം, ഗുഡ് മോർണിംഗ്. ഇന്ന് ആർ കെ സാറിൻ്റെ പ്രോഗ്രാമിൽ വളരെ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു നമ്മുടെ ഡേ ടു ഡേയിലുള്ള ഒരു ആക്ടിവിറ്റി ശ്രദ്ധിക്കുന്നതിനെ പറ്റിയാണ് വ്യക്തമായി തന്നെ ഇന്ന് പ്രതിപാദിച്ചത്. നമ്മുടെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പം നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് ഡയറക്ടർ എത്രയും പെട്ടെന്ന് ആവണ്ടേ, എന്നാലല്ലേ നമുക്കൊരു പറയത്തക്ക വരുമാനം ലഭിക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള അച്ചീവ്മെൻറ്റുകൾ ടീം പെട്ടെന്ന് സെറ്റായാലല്ലേ നമുക്ക് കൂടുതൽ അച്ചീവ്മെൻറ്റുകളും കൂടുതൽ വരുമാനങ്ങളും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി വെച്ചുകൊണ്ടാണ് നമ്മൾ ഡേ ടു ഡേയിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്നത് എന്നുള്ള എൻ്റെ ഒരു അന്തസത്താണ് ഇന്നത്തെ പ്രോഗ്രാമിൽ ഇവിടെ നീളം നിറഞ്ഞിരുന്നത്. അതായത് മേക്ക് യുവർ ബെഡ് എന്ന് പറയുന്ന ആ ഒരു തിയറി. അപ്പോൾ ആ ഒരു തിയറി കൊണ്ട് എന്താണ് ഇപ്പോൾ നമുക്ക് വലിയ അത്ഭുതമായിട്ടുള്ള സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ നമ്മൾ ഏതൊരു ജോലിയാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു പ്രവർത്തനമാണെങ്കിലും ആദ്യമേ ഇത്തരത്തിൽ തന്നെ ആയിരിക്കും അതിൻ്റെ തുടക്കം എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ മിക്കവരും സ്ത്രീകളാണ്, പ്രധാനമായും തന്നെ വീട്ടമ്മയാണ്. അതേസമയം തന്നെ നല്ലൊരു ജോലിയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. അപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പ്രധാനമായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ തുടക്ക സമയത്ത് തന്നെ ഇപ്പം ബിരിയാണി വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ആ ബിരിയാണി ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കി വേണ്ട കണ്ടൻസുകളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. എങ്കിൽ പോലും നമ്മളൊരു വലിയൊരു സഭയിൽ അല്ലെങ്കിൽ കുറേ ഗസ്റ്റുകൾ വരുന്ന ഒരു പ്രോഗ്രാമിൽ എടുത്ത പിടിയാലെ തന്നെ നമ്മൾ യൂട്യൂബ് നോക്കിക്കൊണ്ട് അത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ബിരിയാണി എന്ന് പറയുന്ന ആ ഒരു റെസിപ്പി, അതിന് വേണ്ടതായിട്ടുള്ള കണ്ടൻറ്റുകൾ, അത് ഏതാണ് ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നുന്ന ആദ്യമേ നമ്മൾ ചിലപ്പോൾ ഉള്ളി അരിയിലായിരിക്കും നമ്മുടെ ജോലി. എനിക്ക് ഒക്കെ ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് തലേന്നാൾ, വർഷങ്ങൾക്ക് മുന്നേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ കല്യാണങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ തലേന്നാൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നതിന്, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പോയപ്പം അന്ന് പൊറോട്ടയാണ് അന്നത്തെ വിഭവം എന്ന് പറയണത്. കല്യാണത്തിന് വൈകിട്ടുള്ള വിഭവം എന്ന് പറയണത് അത് അന്ന് അവിടെ തലേന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലായിരുന്നു. അപ്പം ഞാൻ ഏറ്റെടുത്തത് എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പൊറോട്ട ചുട്ട് ഇറക്കിയ ആ പൊറോട്ട വെച്ചുകൊണ്ട് 4-5 വെച്ചുകൊണ്ട് തട്ടായി വെച്ചുകൊണ്ട് അതിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സ്മൂത്ത്നെസ്സിലേക്ക് അത് മാറും. അപ്പോൾ പ്രസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ജോലി. എന്ന് വെച്ച് പൊറോട്ട ഉണ്ടാക്കാൻ ഞാൻ ഫുള്ളായിട്ട് പഠിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ എന്നതുപോലെ തന്നെ ഇപ്പോൾ ഈ ബിരിയാണിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യമേ ഉള്ളി അരിയലും, വെളുത്തുള്ളി, ഉള്ളി അല്ലെങ്കിൽ സവാള, പച്ചമുളക്, ചിലപ്പം മറ്റ് അരി കഴുകി വയ്ക്കൽ, അല്ലേ, ചിക്കൻ കഴുകി വയ്ക്കൽ അല്ലെങ്കിൽ മീറ്റ് കഴുകി വയ്ക്കൽ, ഇത്തരത്തിലുള്ള സംഗതികളായിരിക്കും നമ്മൾ ഏർപ്പെടുന്നുണ്ടായിരിക്കുക. പിന്നെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നു. പിന്നീട് നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിലൊന്ന് സ്വന്തമായിട്ട് വെച്ച് നോക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും നമ്മളത് ചെയ്ത് ഇങ്ങനെ തന്നെയാണല്ലോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ ഓരോ ജോലികളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടീച്ചർ തൊട്ട് അതുപോലെ തന്നെ പിന്നെ സ്വന്തമായിട്ടുള്ള കൈത്തൊഴിലുകളൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഓരോ ജോലികളിലും ഏർപ്പെട്ടിട്ടുള്ളത് ഈ രീതിയിൽ നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണോ? ഒരു ജോലിയിലേക്ക് വരുന്നതിന് തന്നെ നമ്മൾ 10 വർഷം പഠിച്ച് വന്ന് അതിന് ശേഷം ഡിഗ്രിയും ഗ്രാജുവേഷനും ചെയ്ത് സ്പെഷ്യൽ കോഴ്സുകൾ എടുത്തുകൊണ്ടാണ് ഒരു ജോലിയിലേക്ക് വരുന്നത്, അല്ലേ? അപ്പം എന്നതുപോലെ തന്നെ ഒരു കൈപ്പണി പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ ടൂൾസുകൾ ആദ്യമേ കയ്യിൽ പിടിക്കുവാനും അതെങ്ങനെ ചെയ്യാനും എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ എന്താ പറയുക പ്രിപ്പയർ ആക്കുന്നത്. എന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു കൈപ്പണിയിലേക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളിലേക്കും മാറിപ്പോകുന്നത്. എന്നതുപോലെ തന്നെയാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് പോലും. ഇന്ന് ആർ കെ സാർ പറഞ്ഞു വന്നതിൽ ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ ഫ്ലോ എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം റിപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ പോകുന്ന വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ അതിലപ്പുറം നമുക്ക് ഇടുവാൻ ഒരു സ്പീഡ് കൂടുമോ കൺട്രോളിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു പേടിയും ശ്രദ്ധ പതറുമോ എന്നുള്ളതൊക്കെ ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ടായിരിക്കും. ഇതുപോലെ ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി വിഡ്ത്തുള്ള റോഡ് കൂടെയൊക്കെ പോവുക, വല്ലാതെ ഇടുങ്ങിയ റോഡ് കൂടെ പോവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, എപ്പോഴും ബ്രേക്കുമ്പിലും ക്ലച്ചുമ്പിലും പിന്നെ ഗിയറുമ്പിലും ഒക്കെ തന്നെ നമ്മുടെ ശ്രദ്ധ കൈയുണ്ടായിരിക്കുന്ന ഒരു ഇതും, ഇങ്ങനെ ഒരു ഫ്ലോയിലായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇതിലായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. പിന്നീട് പോകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളതിനെ മറികടക്കുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഗിയറിന് തേർഡിലേക്കും ഫോർത്തിലേക്കും ടോപ്പ് ഗിയറിലേക്കൊക്കെ മാറുന്നതും. അതുപോലെ തന്നെ ഗിയർ എപ്പോഴും കയ്യിൽ പിടിക്കാതെ, ബ്രേക്ക് പാഡുമ്മേൽ കാല് വയ്ക്കാതെയും ക്ലച്ചുമ്മലൊന്നും വയ്ക്കാതെ ആക്സിലറിലും, അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ റിലാക്സ് ആയിട്ടും സ്റ്റിയറിങ് പോലും ചിലപ്പോൾ കൈവിട്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ തൊട്ടടുത്തുള്ള ആളോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ചിലപ്പം മറ്റ് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്താലും പോലും വണ്ടി സ്മൂത്തായിട്ട് പോകുന്നതും, തിരിവ് വരുന്ന സമയത്ത് ഹോൺ അടിക്കുന്നതും സ്ലോ ആക്കുന്നതും അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ ഈ ഒരു ഫ്ലോയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങി വയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ബിസിനസ്സിൽ വന്നാലും നമ്മൾ ചെയ്യേണ്ടത്. ബേസിക്കിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ഇതൊക്കെ ബേസിക്കാണ്. ബിരിയാണി വെക്കുന്നതും ഒരേ കാര്യങ്ങൾ തന്നെയല്ലേ അവിടെ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബേസിക് എന്ന് പറയുന്നത്. പക്ഷേ അത് വീണ്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തുണ്ടാവും, നമ്മളുടെ സ്വന്തമായിട്ട് വെക്കുന്ന നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താവും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയും ക്കും കഴിക്കാവുന്ന തരത്തിൽ നിന്നും നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കാവുന്ന തരത്തിലേക്കും, അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റുകൾ വരുന്ന സമയത്ത് അവർക്കും കൂടി കൊടുക്കാവുന്ന തരത്തിലേക്കും, ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ബിരിയാണി വയ്ക്കുന്ന രീതിയിലേക്കും നമ്മൾ വളർന്നത് ഇങ്ങനെ തന്നെയാണ്. ഒരു ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആര് വന്നാലും നമ്മൾ പിന്നെ അവിടെ കോൺഫിഡൻറ്റോടെ ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നതും അവരോട് പ്രസൻറ്റ് ചെയ്യുന്നതും ആ രീതിയിലേക്ക് വന്നിട്ടുള്ളതും ഈ രീതിയിൽ തന്നെയല്ലേ. ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ അവിടെ ചെയ്യുന്നത്. എപ്പോഴും നമ്മളെ ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഒരു കൈത്തൊഴിൽ ചെയ്യുന്ന ഒരാൾ, അയാൾ എന്നും ഇടപഴകുന്ന ടൂൾസ് അത് തന്നെയല്ലേ, എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയല്ലേ. എല്ലാ പർപ്പസും ഒന്ന് തന്നെയല്ലേ. ഡിസൈനുകൾ വ്യത്യാസമായിരിക്കാം കൈത്തൊഴിലിനെ സംബന്ധിച്ച്. ആ ഡിസൈനുകളിലൊക്കെ അനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയല്ലേ. സോ ഇത് തന്നെയുള്ളൂ നമ്മളും ചെയ്യാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യാനുള്ളത്? സിമ്പിൾ. നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങളും കൂടി മാറ്റി മേടിക്കുന്ന ബോധത്തോടെ വേണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പർച്ചേസ് ഹാബിറ്റിലേക്ക് നമ്മൾ മാറുന്നു. പ്ലസ് നമ്മൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നു അല്ലേ, മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നു. ഈ പങ്കുവയ്ക്കുന്ന ആ ഒരു രീതി ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ കുറച്ച് പേരെ കാണുന്ന രീതിയിൽ, ഇപ്പോൾ മാർക്കറ്റിംഗ് ശൈലിയിലുള്ള ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിംഗ് വരുന്ന ഒരു ജോലിയിലൊക്കെ വരുന്ന ആളുകൾ ആദ്യമേ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാൻ പോവുകയോ അല്ല ചെയ്യുന്നത്. ഒരാൾ ഓൾറെഡി തന്നെ ഇതിലൊരു സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത് കാണിക്കും, ഒരു ഡെമോ കാണിക്കും, ഫീൽഡിൽ പോയിക്കൊണ്ട് അവരെ മുൻനിർത്തിക്കൊണ്ട് പഠിക്കട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കാണിച്ചു തരും. ആ ഒരു ശൈലിയിലായിരിക്കും 2, 3, 4 ദിവസങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. പിന്നീട് നീ ജസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ നിൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ ഇന്ന് പോയിട്ട് ഒരു ഡാറ്റ കളക്ട് ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കും നമ്മളോട് പിന്നീടുള്ള 2, 3, 4 ദിവസം നമുക്ക് ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കുക. പിന്നീട് അവിടെ നമ്മൾ ചെറുതായി തന്നെ അവതരിപ്പിക്കൂ എന്നുള്ള രീതിയിലായിരിക്കും പിന്നീട് അതിൻ്റെ കാര്യങ്ങളുണ്ടായിരിക്കുക. പിന്നെ അവിടെ നമ്മളൊന്ന് ഒരു പ്രൊഡക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്ത് പണിയെടുക്കും. അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് കയറിപ്പോകുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നതൊക്കെ എന്താണ്? സെൽഫ് യൂസ് ഷെയറിങ്,
ദെൻ ഇതിനിടയിൽ വരുന്ന നമ്മളെ സ്പോൺസറിങ് ആൻഡ് സ്ട്രക്ചറിങ് ആണ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ ആ ഫോർമുലയിലൂടെ മുന്നോട്ട് പോകാൻ തയ്യാറാവുക. 4 വ്യക്തികളെ ദിവസം നമ്മൾ മിനിമം കാണാൻ, അതായത് 10 വ്യക്തികളെ 20 വ്യക്തികളെ 30 വ്യക്തികളെ കണ്ടോളൂ, പക്ഷേ മിനിമം നമ്മൾ 4 പേരെ കണ്ടിരിക്കും എന്നുള്ളത് കമ്മിറ്റ് ചെയ്താൽ അത് ഒരു എന്താ പറയുക, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഏതൊരു പിന്നെ എന്താ പറയുക ടൈറ്റുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. 2 എന്ന് പറയുന്നത് 2 പ്രോഡക്റ്റ്സുകൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ധാരാളം മറ്റുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്, 1000-ലേറെ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെ 1 ബൈ 1 ആയിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാം തന്നെ നമുക്ക് പതുക്കെ നമ്മൾ ആ ഫ്ലോയിലൂടെ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. 1 എന്ന് പറയുന്നത് പ്രോഗ്രാം നമുക്ക് എന്താ പറയുക പ്രൊമോട്ട് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം അല്ലേ. നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമ്മളുടെ പ്രോഗ്രാമിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പം അത്തരത്തിൽ നമുക്ക് ഈ ഒരു 3-4 ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്തത് നമ്മുടെ ഇന്നത്തെ വൈകിട്ടുള്ള പ്രോഡക്റ്റ് ട്രെയിനിങ്, രാജേഷ് സാറിൻ്റെ പ്രോഡക്റ്റ് ട്രെയിനിങ് വളരെ മനോഹരമായി തന്നെ നമുക്ക് നല്ലൊരു ഇമേജ്, ഒരു പോസ്റ്ററിലൂടെ അദ്ദേഹം നമുക്കത് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ഞാൻ എൻ്റെ പേഴ്സണൽ കസ്റ്റമേഴ്സിലേക്കൊക്കെ തന്നെ രാവിലെ തന്നെ ഷെയർ ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ പ്രയോറിറ്റിയിലുള്ള കുറേ പ്രോസ്പെക്റ്റസുകളുണ്ട്, അവർക്ക് ഞാനിത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജസ്റ്റ് ഒരു മെസ്സേജും കൂടി ഞാൻ താഴെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ശീലം നമുക്ക് ഉണ്ടാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേ ടു ഡേയിൽ നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഇത് പെരുകി നമ്മുടെ ഫ്ലോവിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഷെയറിങ്ങും നന്നായിട്ട് തന്നെ പ്രൊഡക്ടിവിറ്റി, ടോട്ടൽ ഓവറോൾ എന്താ പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് ഒന്നും കൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്താണ്. പ്രൊഡക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ പ്രോഡക്റ്റുകൾ വിൽക്കലല്ല, കുറേ വോളിയം ഉണ്ടാക്കലല്ല. ഈ ഒരു പ്രോസസ്സ് നമ്മൾ എപ്പോഴും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ബൈ റിസൾട്ടാണ് ഈ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ വോളിയം, ഹൈ വോളിയം, പിന്നെ 1100 PV ഡയറക്ടറും എന്നൊക്കെ പറയണത്. അതിൻ്റെ ഒരു പിന്നെ ബൈ റിസൾട്ടാണ്. പക്ഷെ നമുക്ക് ഇതിൽ നിന്നും നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഒന്നാലോചിച്ച് നോക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 300 PV മാക്സിമം നമുക്ക് തയ്ക്കാനേ പറ്റുന്നുള്ളൂ. പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് 300 PV നമുക്ക് എത്ര ജിഷ സാറിൻ്റെ പ്രോഗ്രാം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ നമുക്ക് 300 PV നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മുടെ പല പരിമിതികളും നമ്മളെ കൊണ്ട് ഇതാക്കുന്നില്ല. പക്ഷെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ചെയ്യാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാളെ നിങ്ങളോടൊപ്പം വരുന്ന ഒരാൾ ഇതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് തുടക്കത്തിലെ തന്നെ 300 PV ചെയ്തോളണമെന്നില്ല. അദ്ദേഹം ചിലപ്പം 50 PV അല്ലെങ്കിൽ 100 PV ആ റേഞ്ചിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കുള്ളൂ അല്ലേ. അതേസമയം തന്നെ മറ്റൊരാൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ 500 PV അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ ചെയ്യാൻ പറ്റുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സൈക്ലിങ് പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബിരിയാണി വെക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബിരിയാണി വെക്കേണ്ടത് എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ ബിരിയാണി വെക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് എത്ര പേർക്ക് വിളമ്പണം, എത്ര പേർക്കുള്ള പരിപാടിയാണ്, അത് വീട്ടിലേക്കുള്ളതാണോ, നമ്മുടെ പേഴ്സണൽ ഫാമിലിക്കുള്ളതാണോ, അതല്ല നമ്മുടെ ഗസ്റ്റുകൾക്കും കൂടിയുള്ളതാണോ, അതല്ല ഒരു ഫങ്ഷനിലേക്കുള്ളതാണോ, അതല്ല ഒരു മെഗാ പ്രോഗ്രാമിലേക്കുള്ളതാണോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് ഓരോരുത്തർക്കും ഉള്ളിൽ വരുന്ന പിന്നെ അതിനോടുള്ള ആ ഒരു ഫ്ലോ വന്ന് ചേരാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളെ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആക്ഷൻസ് മൂവ് ചെയ്യാൻ തയ്യാറാവുക. എല്ലാവർക്കും നല്ലൊരു ആക്ടിവിറ്റി, ഒരു പ്രൊഡക്ടിവിറ്റി ഡേ ആയി മാറാൻ ഇന്ന് തൊട്ടിട്ട് എല്ലാ ദിവസങ്ങളും ആയി മാറുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.